ആ വീടുകൾ നിന്ന സ്ഥലമാണ് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. എത്രത്തോളം ഉണ്ട് ആ ഒരു അപകടം എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരമാണ് ദാ ഇപ്പോൾ ഈ ഒരു പുലർച്ചെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. വെളിച്ചം വീണപ്പോഴത്തേക്കുമാണ് ആ വലിയ മണ്ണിടിച്ചിൽ, ആ ദുരന്തം, അതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് അതൊക്കെ ഓരോ വീടുകളാണ്, ആ വീടുകൾ അവിടെ നിന്നതാണ്. അതിന് മുകളിലേക്കൊക്കെ കല്ലും മണ്ണും മരങ്ങളും ഒക്കെ വീണ് അതൊക്കെ തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെയാണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള മണ്ണെടുപ്പ്, റോഡിന്റെ വീതി കൂട്ടിലൊക്കെ അത് അശാസ്ത്രീയമായ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഒരു കോൺക്രീറ്റ് മതിൽ പോലെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അത് ഉൾപ്പെടെ ഇടിഞ്ഞ് താഴേക്ക് വീണ് ഈ വീടുകൾക്ക് മുകളിലേക്ക് വരികയായിരുന്നു. ആ അശാസ്ത്രീയ നിർമ്മാണത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. മുൻപ് അധികൃതരെ കാര്യങ്ങൾ നാട്ടുകാർ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതൊക്കെ ഈ നിർമ്മാണങ്ങൾ വീണ്ടും നടന്നുകൊണ്ട് പോയത്, അത് എന്തുകൊണ്ടാണ് പലരും ഇതിനു മുൻപേ കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാതെ പോയത് എന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയുമുണ്ട്. അതിനെക്കുറിച്ചാണ് അവിടെ ഉള്ളവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് മരിച്ച ബിജുവിൻ്റെ സഹോദരിയും ഇപ്പോൾ നമ്മളടുത്തൊരു പ്രതികരണം തന്നിരിക്കുന്നത്. അവരും പറയുന്നത് ഇതാണ്, ഈ വീടുകളൊക്കെ ഈ രീതിയിൽ തകർന്നു പോകുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. പെട്ടെന്ന് അവരാണെങ്കിൽ ഈ വീട്ടിലേക്ക് വരുന്നു, അതിനിടയിൽ 20 മിനിറ്റിനകത്ത് വെച്ചിട്ട് ഈ ഒരു അപകടം സംഭവിക്കുന്നു. പെട്ടെന്ന് എന്തോ ഒരു വലിയൊരു ശബ്ദം കേൾക്കുന്നു. ഇവർ ഓടിയെത്തിയപ്പോഴത്തേക്കും ആകെ മൊത്തത്തിൽ ഒരു പൊടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് അവർ കാണുന്നത്. അതിനിടയിലാണ് ഈ രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, സന്ധ്യയുടെ ഒരു പ്രതികരണം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ 2 പേർ കുടുങ്ങിക്കിടപ്പുണ്ട്, അവരെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. സന്ധ്യയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട്, കാലിനൊക്കെ വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ബിജുവിനെ രക്ഷപ്പെടുത്താനായില്ല എന്നുള്ളതാണ്. ബിനിൽ തുടരുന്നുണ്ട് അവിടെ നിന്ന്. ബിനിൽ, ഈ പ്രധാനപ്പെട്ട പ്രശ്നം വലിയ വീടാണോ ഉണ്ടായിരുന്നത് ഈ ഭാഗത്തുണ്ടായിരുന്നു? വലിയ വീടായിരുന്നു. ഈ ഭാഗത്തൊക്കെ ഈ മണ്ണിടിച്ചിൽ നേരത്തെ ഉണ്ടായിരുന്നോ? മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ റോഡിന്റെ പണി വന്നതിന് ശേഷമാണ്, ഈ റോഡ് പണി വന്നതിന് ശേഷമുള്ള സംഭവം. ഇത്രയും വലിയ മണ്ണിടിച്ചിലൊന്നും പ്രളയം വന്നിട്ട് പോലും ഉണ്ടായിട്ടില്ല. 18 ഇത് അവിടെ മണ്ണിടിഞ്ഞ് പോയായിരുന്നു. ഈ തൊട്ടുവളവിലേ അന്ന് 4 പേര് മരിക്കുകയും ചെയ്തു. ആ ഒരു കര വീടായിരുന്നു. അപ്പോൾ അവർ 4 പേരെ കണ്ട് മരിച്ചു വന്നു. ഇവിടെ ഈ ഉറവയ്ക്കുള്ള ഒരു സ്ഥലമാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിന് ഇത്തിരി ലൂസായിരിക്കുമല്ലോ. അപ്പോൾ ഈ അതിൻ്റെ ഒരു മുൻകരുതലുകളൊന്നും ഇതിലെന്ന് ഈ ഭിത്തി, ആ മലയുടെ മുകളിൽ ഭയങ്കര ഉറവുള്ള സ്ഥലമല്ലേ. അപ്പോൾ അങ്ങനെ വെള്ളം കൂടി ഒഴുകി വരും. ഈ വിണ്ട കയറിയിട്ട് 1-2 പ്രാവശ്യം ഇവിടെ പണ്ട് ഉരുളുപൊട്ടൽ മൊത്തം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അക്കരയിൽ നിന്ന് കാണാവുന്നതാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ ഇതൊക്കെ വലിയ വീടല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തകർന്നു കിടക്കുന്ന 2 നില, അടിയിലൊരു നിലയും മുകളിൽ റോഡിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരു നിലയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പം എത്രയും അപകടം ഉണ്ടായില്ലട്ടല്ലോ. അത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ ഇദ്ദേഹം പറഞ്ഞ കഴിഞ്ഞ ഉരുൾപൊട്ടലിന് 18 ഇതുമാതിരി ഇവിടെയൊക്കെ ഇടിഞ്ഞു പോകുന്നതായിരുന്നു. ആ വീടിൻ്റെ തിട്ടോടുകൂടി ഇടിഞ്ഞു പോകുന്നതാണ് അവിടെ. പിന്നെ കൂമ്പാറയൊക്കെ സ്ഥിരം ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഇവിടെ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ മഴക്കാലത്ത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അത്തരം ഒരു സ്ഥലത്ത് പോലും കൃത്യമായ മുൻകരുതലുകൾ എടുക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്നത് തന്നെയാണ് ഇതൊരു ക്ഷണിച്ചു വരുത്തിയ ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു 2 വീടാണ്. ആ 2 വീട് പൂർണ്ണമായും തകർന്ന് നിലം പതിച്ചിരിക്കുകയാണ്. അതായത് മണ്ണിനടിയിൽ തന്നെ പൂർണ്ണമായും പോയിരിക്കുന്നു. അതിൻ്റെ മേലിലെ ഏറ്റവും മുകളിലത്തെ കോൺക്രീറ്റിംഗ് മാത്രമാണ് നമുക്കിവിടെ എന്നാൽ കാണാനേ കഴിയുന്നത്. ആ വീട്ടുകാരൊക്കെ രക്ഷപ്പെട്ടത് അവർ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് താമസം മാറ്റിയത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വീട്ടുകാർക്കും ഇതുപോലെ തന്നെ അപകടം പറ്റുമായിരുന്നു. ഇപ്പോൾ ഈ ബിജുവിൻ്റെയും സന്ധ്യയുടെയും വീട് നമ്മൾ ഇവിടെ കാണുന്നു. അതിനപ്പുറത്ത് 2 വീടുകളുണ്ട്. ആ വീടുകളൊക്കെ തന്നെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിനപ്പുറത്ത് ഭാഗികമായി തകർന്ന നിരവധി വീടുകളുണ്ട്. ഈ വീട്ടുകാരൊക്കെ തന്നെ ഇന്നലെ ഇവിടെ നിന്ന് താമസം മാറിപ്പോയി. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. ഈ ബിജുവും സന്ധ്യയുമാണെങ്കിൽ ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുടുംബ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. കാരണം ഇന്നലെ വൈകിട്ടാണ് ഇവരോടെല്ലാം ഒഴിഞ്ഞു പോകാൻ പറയുകയും അവരെല്ലാം ഇവിടെ നിന്ന് മാറുകയും ചെയ്തു. സ്വാഭാവികമായും ഇന്നലെ രാത്രിക്ക് വേണ്ട ഭക്ഷണമൊക്കെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. അത് കഴിച്ചിട്ട് തിരിച്ചു ചെല്ലാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, കുടുംബ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അവരിവിടെ എത്തി ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഒരു വലിയ ശബ്ദം കേട്ടു എന്നാണ് ബിജുവിൻ്റെ സഹോദരി അഞ്ജു പറയുന്നത്. ആ ഒരു ശബ്ദം ഒരു ജീവൻ ഇല്ലാതാക്കി, ബിജുവിനെ നഷ്ടമായി. അതോടൊപ്പം തന്നെ സന്ധ്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അവരുടെ ജീവിത സമ്പാദ്യങ്ങൾ പൂർണ്ണമായും തകർന്നടിഞ്ഞു. അതായത് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവർ, തലമുറകളായി ഇവിടെ താമസിക്കുന്നവർ, അവർ
അവരുടെ ജീവിതത്തിൻ്റെ വലിയ സമ്പാദ്യമാണ് ഒരു വീട് എന്നൊക്കെ പറയുന്നത്. ആ വീടാണ് ഈ രീതിയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ ദേശീയപാത അതോറിറ്റിയും ഈ കരാർ കമ്പനിയൊക്കെ തന്നെ കൃത്യമായും ഇവിടെ ഒരു മാനദണ്ഡ പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നതെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു ദുരന്തമാണ്. പക്ഷേ ഇത് ക്ഷണിച്ചു വരുത്തിയ ഒരു ദുരന്തമെന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ കൃത്യമായ കുറ്റകരമായ അനാസ്ഥയാണ് ഈ ദേശീയപാത അതോറിറ്റിയുടെയും അതിൻ്റെ മേൽനോട്ടക്കാരുടെയും ഈ കരാർ കമ്പനിയുടെയും ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് നിസ്സംശയം പറയാം. കാണുന്നതാണോ ബിജുവിന്റെയും സന്ധ്യയുടെയും വീട് അവർ തകർന്നു കിടക്കുന്നത്? ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ബിജുവിൻ്റെയും സന്ധ്യയുടെയും വീട്. ഈ വീട്ടിൽ നിന്നാണ് ഇവരുടെ പുറത്തെടുത്തത്. അതായത് സന്ധ്യയെ ജീവനോടെ പുറത്തെടുക്കാൻ കഴിഞ്ഞു, പക്ഷേ ബിജുവിൻ്റെ മരണം സംഭവിച്ചിരുന്നു. അതായത് ഈ അപകടം സംഭവിച്ച് കുറച്ച് അധികം സമയം ബിജുവിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം ബിജുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതായത് ഡോക്ടർമാരെത്തി പരിശോധിച്ചപ്പോൾ ബിജുവിൻ്റെ കൈ പുറത്തുണ്ടായിരുന്നെങ്കിലും പൾസ് ഉണ്ടായിരുന്നില്ല. അതായത് ബിജുവിൻ്റെ മരണം സംഭവിച്ചിരുന്നു എന്നത് സന്ധ്യയെ പുറത്തെടുക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ഏതാണ്ട് 7 മണിക്കൂറോളം സമയം വേണ്ടി വന്നു. വളരെ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. കാരണം ഈ കോൺക്രീറ്റ് പാളി വലിയ ബീമായിരുന്നു. ആ ബീം വന്ന് ബിജുവിൻ്റെ ശരീരത്തിലാണ് ഇരുന്നത്. ബിജുവിൻ്റെ ശരീരത്തിൽ ആ കോൺക്രീറ്റ് ബീം ഇരിക്കുമ്പോൾ അത് വളരെ സൂക്ഷ്മമായി പൊട്ടിച്ച് നീക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാത്ത പക്ഷം അത് വീണ്ടും ഇടിഞ്ഞ് താഴാനായിട്ട് സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ഇടിഞ്ഞ് താഴ്ന്നാൽ 2 ജീവനും നഷ്ടമാകുമായിരുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് NDRF അടക്കമുള്ളവർ ഇവിടെ പ്രവർത്തിച്ചത്. ആ സൂക്ഷ്മതയിൽ നിന്നാണ് സന്ധ്യയെ നമുക്ക് ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ബിജുവിനെ നഷ്ടമായിരിക്കുന്നു. ഈ ഇത്രയും വലിയൊരു വീട് ഈ ഒരു വരി ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ചു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത്രയും ഉയരമുണ്ടായിരുന്ന ഒരു വീട്, ഒരു ഒറ്റ നില കോൺക്രീറ്റ് വീടായിരുന്നു. ആ വീടാണ് ഈ രീതിയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. അതിന് മുകളിൽ ഒരു വലിയ തെങ്ങും വന്ന് പതിച്ചിട്ടുണ്ട്. ടൺ കണക്കിന് പൂഴി അതിന് പുറത്തേക്ക് വന്ന് വീഴുകയും ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ വലിയ ഭയാനകമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഒരു പരിധിവരെയെങ്കിലും കുറച്ചത് ഈ വീട്ടുകാർ, ഇവിടെ ഉണ്ടായിരുന്ന 24 വീട്ടുകാർ ഇവിടെ നിന്ന് മാറി താമസിച്ചു എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തൊരു 2 നില വീടുണ്ട്, അത് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അങ്ങനെ നിരവധി വീടുകൾക്ക് പൂർണ്ണമായും ഭാഗികമായും ഒക്കെ തന്നെ നാശനഷ്ടവും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്.